യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. പറയുന്നത് ഇസ്രായേലോ അമേരിക്കയോ അല്ല, ഇറാനാണ്. അതായത് അമേരിക്ക നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് പച്ച നുണയാണ്. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം, എപ്പോൾ തുടരണം, എപ്പോൾ നിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇറാനായിരിക്കും. വെല്ലുവിളിക്കുകയാണ് IRGCയുടെ നേതാവ് അലി മുഹമ്മദ് നൈമി. ഈ വെല്ലുവിളി എങ്ങനെയാകും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ എടുക്കുന്നത്? അതിനകത്ത് ഇറാനകത്ത് ഇപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നു. കാരണം നമ്മൾ നേരത്തെ 2 ദിവസം മുമ്പ് ശ്രദ്ധിച്ചൊരു കാര്യം, ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമിച്ചതിന് മാപ്പ് ചോദിച്ച് ഇറാൻ പ്രസിഡന്റ് പ്രശംസിക്കാൻ എന്നല്ലേ അദ്ദേഹത്തിന്. അപ്പോൾ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അയാൾക്കത് തിരുത്തേണ്ടി വന്നു. IRGC അതങ്ങനെ പറഞ്ഞത് എന്തിനാന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചോദ്യവും അതിനകത്തൊരു പ്രശ്നങ്ങളും ഉണ്ടായി. അത് അവിടെ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കി, ഹോർമൂസ് കടലൊക്കെ പ്രതിസന്ധിയിലാക്കി, ലോകം മൊത്തം പ്രതിസന്ധിയിലാക്കി, ലോക രാജ്യങ്ങൾ ഇടപെട്ട് അമേരിക്കയെ കൊണ്ട് യുദ്ധം നിർത്തിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം അമേരിക്ക പറയുന്നു യുദ്ധം ഉടനെ തീരും, ഇറാൻ തീർന്നു, അല്ലെങ്കിൽ തീർത്തു, അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിൽ കൂടി ഈ പറയുന്ന കപ്പലുകൾ വിടാത്ത ഒരവസ്ഥ വന്നാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ 20 ഇരട്ടി മടങ്ങിൽ ആക്രമണം നടത്തും എന്ന് പറയുമ്പോഴാണ് ഒരെണ്ണം പോലും വിടത്തില്ല, ചുണയുണ്ടെങ്കിൽ ഒരു കപ്പൽ കൊണ്ടുപോയി നോക്കാൻ എന്നുള്ള രീതിയിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുന്ന ഒരു രീതി. അപ്പം ഇതിനകത്ത് വന്നേക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ആഭ്യന്തര പ്രശ്നമായി, വിലക്കയറ്റമായി. ഒരു ബാരൽ എണ്ണയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം 2.82 അല്ലെങ്കിൽ ഡോളർ ആയിരുന്നെങ്കിൽ അപ്പം അതിനകത്ത് ഇപ്പം 3 ഇതെങ്ങാണ്ടായി. അതായത് $1 എങ്ങാണ്ടല്ലേ $2 എങ്ങാണ്ട് വ്യത്യാസം വരുന്നത്. വിലക്കയറ്റത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് ലോകത്തുടനീളം ഊർജ പ്രതിസന്ധിയിലും അല്ലെങ്കിൽ ചരക്ക് നീക്കത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ യുദ്ധം കൊണ്ട് ലോകം മൊത്തവും പ്രതിസന്ധിയിലേക്ക്, അതായത് എണ്ണയുടെയും വാതകത്തിൻ്റെയും ഒക്കെ പ്രശ്നം വന്നാൽ, ആ ഊർജ്ജ പ്രതിസന്ധി വന്നാൽ ലോകം ചലിക്കാതെയാകും. അപ്പം ചലിക്കാതെ വരുമ്പോൾ അമേരിക്കയ്ക്കകത്ത് സമ്മർദ്ദം ചെലുത്തി യുദ്ധം നിർത്തണം എന്നുള്ള രീതിയാണ് വരുന്നത്. അപ്പം ഇന്നലെ അതിനകത്ത് വല്ലാത്തൊരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. അതായത് പുടിൻ ഇടപെട്ടു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വന്നു. ഏത് കാര്യവും പറയുമ്പോഴും ഏതിടപെടിയിൽ പറയുമ്പോഴും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനകത്തെ കാര്യങ്ങൾ വെളിയിൽ വരുന്ന ട്രംപ് അതുവരെ വെളിയിൽ ഈ കാര്യം പറഞ്ഞില്ല. പക്ഷെ പുടിൻ ഇടപെട്ടു എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവന വളരെ കൃത്യത വരുത്തി മറ്റു ചില ഇടങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് പുടിൻ ഇടപെട്ടിരിക്കുന്നു. പുടിൻ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിനകത്ത് കുറവ് വരുത്തണം, യുദ്ധം നിർത്തണം, ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മറ്റു പല വിഷയങ്ങളും പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സംസാരം അല്ലെങ്കിൽ പുടിൻ നേരിട്ട് വിളിച്ച് ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതിനകത്തൊന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ നാളെ കാലത്തെ ഉണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങൾ അതിനെപ്പറ്റിയൊന്നും വെളിയിൽ വ്യക്തത വരുത്തി പറഞ്ഞില്ലെങ്കിലും ഇറാന് അനുകൂലമായിട്ടുള്ള നിലപാടുമായിട്ട് ഒരുപക്ഷെ പുടിനോ അല്ലെങ്കിൽ ആ നിലപാടെടുത്താൽ ചൈനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം തീരാത്ത ഒരു പ്രശ്നമായിട്ട്, ഒരു പ്രതിസന്ധിയായിട്ട് വരും. അതായത് ഈ കളി തന്നെയാണല്ലോ ഈ റഷ്യയുടെ അടുത്ത് യുക്രൈൻ്റെ ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തീരാവുന്ന യുദ്ധം കൊല്ലങ്ങളായിട്ടും തീരുന്നില്ല. അതിൻ്റെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് റഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ റഷ്യയുടെ പ്രതിസന്ധി വലിയ ഭീകരമാണ്. അതിനകത്ത് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ റഷ്യയെ സഹായിക്കാൻ ഇന്ത്യയെ പോലെയും ചൈനയെ പോലെയുമുള്ള രാജ്യങ്ങൾ ആയതുകൊണ്ടാണ്. അപ്പം ഇതിനകത്ത് ഇറാൻ ജയിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ഇറാന് തോറ്റാൽ റെജീം ചേഞ്ച് ഉണ്ടാകും. ഇപ്പം രണ്ടാമത് വന്നിരിക്കുന്ന ഖമേനി ഉൾപ്പെടെ അല്ലെങ്കിൽ ആ മത സംവിധാനം ഉൾപ്പെടെയുള്ളത് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പം ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി പറഞ്ഞ പുതിയ ആൾ വന്നല്ലോ, പുതിയ ഖമേനി അല്ലെങ്കിൽ അയാൾ വന്നല്ലോ, ഖമേനി അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പലയിടത്തും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഭീകരമായിട്ടുള്ള പ്രകടനങ്ങളും ജനക്കൂട്ടവും ഒക്കെ അഭിവാദ്യം അർപ്പിച്ച് വെളിയിൽ വരുന്നുണ്ട്. അപ്പം ഒരു റെജീം ചേഞ്ച് ഉദ്ദേശിക്കുന്ന ഇറാന് അല്ലെങ്കിൽ ഇറാനിൽ റെജീം ചേഞ്ച് ഉദ്ദേശിക്കുന്ന ഇസ്രായേലും അമേരിക്കയും ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളിലെ മാനസികാവസ്ഥ, അവിടുത്തെ നിലവിലുള്ള പുതിയ ഭരണകൂടത്തോടും അല്ലെങ്കിൽ ഈ പിൻഗാമിയുടെയും ഒക്കെ കൂടെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ ഇറാൻ യുദ്ധം ചെയ്യുന്നത് ഇറാന് വേണ്ടി മരിക്കുന്ന ഓരോ ആൾക്കാരും രക്തസാക്ഷി പരിവേഷത്തിലും അല്ലെങ്കിൽ അങ്ങ് മേളി സ്വർഗത്തിൽ പോകുന്ന മാനസികാവസ്ഥയിലായി കഴിഞ്ഞാൽ യുദ്ധം നിൽക്കത്തില്ല. മനസ്സിലാവുന്നത്? ഇതിൻ്റെ കൂടെ ആരെങ്കിലും സഹായിക്കാനും കൂടി ഉണ്ടെങ്കിൽ,
ആ യുദ്ധത്തിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും. അമേരിക്കയ്ക്ക് ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിനുള്ളതിൻ്റെ കൂട്ടുകാരിലെ വേറെ ചില കാര്യങ്ങളുണ്ട്. കാരണം ചൈനയെ നശിപ്പിക്കാം, അമേരിക്കയ്ക്ക് വഴങ്ങാത്ത ഇറാനെ നശിപ്പിക്കാം. അപ്പം ചൈനയ്ക്ക് അവിടെ നിന്ന് ഏറ്റവും വലിപ്പത്തിൽ 90% ഇന്ധനം കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് വെൻസുലയിൽ നിന്ന് ഇന്ധനം ചൈനയുടെ അല്ലെങ്കിൽ അവിടുന്ന് ഇതുപോലെ വളരെ വലിപ്പത്തിൽ ചൈനയായിരുന്നു കൊണ്ടത്. ഈ രണ്ടാമത്തെയും കൂടെ പറഞ്ഞാൽ അവർക്ക് ഊർജ്ജ പ്രതിസന്ധി വരുമല്ലോ. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഇറാൻ ഈ ചൈനയുടെ ഭാഗമല്ലാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാടെടുക്കും. അപ്പം ചൈനയുടെ ആ നിലപാടിൻ്റെ കൂടെ ഒരു പരിധിവരെ ഈ പറയുന്ന പുടിൻ നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം പുടിൻ ഈ ഇറാനകത്ത് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി പല റിയാക്ടറുകളും റഷ്യയുടെ ഉൾപ്പെടെയുള്ളത് അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനും റഷ്യ സ്വന്തമായിട്ട് നടത്തുന്നതായിട്ട് പല റിയാക്ടറുകളും പല കാര്യങ്ങളും ഉണ്ട്. അപ്പം റഷ്യക്ക് ഇറാനകത്ത് ഒത്തിരിയും താല്പര്യങ്ങളുണ്ട്. ഇറാൻ റഷ്യയെ ഒരുപക്ഷെ യുദ്ധത്തിനകത്ത് രഹസ്യമായിട്ട് വളരെ വലിയ വലിപ്പത്തിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രതിഫലം എന്നോണം ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇസ്രായേൽ വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ ഇപ്പം ഇയാളെ ഒരിക്കലും വിശ്വസിക്കാനൊക്കത്തില്ല. ഇപ്പം ഈ നിലപാട് യുദ്ധം ഉടനെ തീരും, അന്നേരം ഇറാൻ പറയുന്നത് എന്തോ യുദ്ധം ഒരിക്കലും തീരത്തില്ല, യുദ്ധം തീരണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ യുദ്ധം തീർക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ല, വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല, യുദ്ധം എപ്പം വീണമെന്ന് നിങ്ങൾ തീരുമാനിക്കും, അമേരിക്ക വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചർച്ച ചെയ്യണം എന്നുള്ള രീതിയാണ്. അപ്പം ഇസ്രായേലിന് ഇയാളുടെ ഈ നിലപാട് കൊണ്ട് നിരാശയാണ്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം എണ്ണപ്പാടം കത്തിച്ച് യുദ്ധം വ്യാപിപ്പിച്ച് ഇന്നലെയും കൊണ്ട് ബോംബിട്ട് വലിയ വലിപ്പത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് അവർക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ. അപ്പോൾ ഇത്രയും യുദ്ധം ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, യുദ്ധം നാളെ തൊട്ട് നിർത്തുവാണ് അല്ലെ പിന്തുണ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് കടന്നു കയറി മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയുമില്ല. അപ്പോൾ ഏതായാലും വല്ലാത്തൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിക്കും അല്ലെങ്കിൽ മനം മാറ്റത്തിനും അത്തരത്തിലൊരു തീരുമാനത്തിനും കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് ചോദിച്ചതിനകത്ത് ട്രംപ് പറഞ്ഞൊരു ഉത്തരം കേട്ടില്ലേ, പുതിയ ആൾ വന്നതിനകത്ത് എനിക്ക് അതിനകത്ത് വലിയ അഭിപ്രായമൊന്നുമില്ല, അല്ലെങ്കിൽ അത്ര തൃപ്തിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാളെ കാണാനില്ല, അയാളെ ഇന്നലെ തന്നെ ബോംബിട്ട് ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളാക്കി ഗുരുതരമായ പരിക്കുകളോടുകൂടി മാറ്റിയെന്നും ഒക്കെ പറയുമ്പോൾ മരിച്ചോന്നറിയത്തില്ല. ഇസ്രായേൽ പറഞ്ഞതുകൊണ്ട് നമുക്കത് അത്ര ഈ പറയുന്നത് പോലെ ഉണ്ട് എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ ഔദ്യോഗിക തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത് ഇസ്രായേലിന് ഈ ബോംബിങ്ങിലൂടെ ഇദ്ദേഹം മരിച്ചു എന്ന് വ്യക്തത വരുത്തി പറയത്തക്ക രീതിയിലുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ടാവത്തില്ല. ഏതായാലും അയാൾ മിസ്സിങ്ങിലാണെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ട്രംപിന്റെ നിലപാടിനകത്ത് പുടിൻ ഇടപെട്ടതിന് ശേഷം ഒരു അഴകുഴമ്പൻ നിലപാട്, യുദ്ധം തീർന്നു അല്ലെങ്കിൽ തീർന്നില്ല, ഉടനെ തീരും, നിർത്തണം, ഇനി ഇറാൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങളുണ്ട്, ഞങ്ങൾ അടിക്കും, എത്ര നാൾ വേണേലും അടിക്കും, തീർത്തടിക്കും, എല്ലാവരെയും തീർക്കും, അല്ലെങ്കിൽ ഇപ്പോഴും വലിയ വലുപ്പത്തിൽ GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് ഈ ഡ്രോണുകളും മിസൈലുകളും വാരി വിതച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ആഭ്യന്തര വിഷയം ഏതായാലും ഇറാനകത്തുകൊണ്ട് IRGC യുദ്ധം തീർക്കുന്നതിനോ ഈ റെജീം ചേഞ്ചിനോ താല്പര്യമില്ല. കാരണം IRGC റെജീം ചേഞ്ച് വന്നാൽ അവർ അടപടലം തീരും. കാരണം അവർക്ക് യാതൊരു റോളും ഇല്ലാതാവും. ഇപ്പം അവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭരണ സംവിധാനത്തിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ആനുകൂല്യം വലിയ വലിപ്പത്തിൽ, കാരണം അവരെയാണ് ഏറ്റവും വലിയ വലിപ്പത്തിൽ ഏറ്റവും വലിയ ആനുകൂല്യം കൊടുത്ത് ഏറ്റവും സുഖലോലുപമായിട്ട് പാലിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ടാണ് കൊല്ലാൻ പറയുമ്പോൾ കൊല്ലുന്നത്, പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാൻ പറയുമ്പോൾ ബലാത്സംഗം ചെയ്യുന്നത്, എത്ര പേരെ തൂക്കിക്കൊല്ലാൻ പറയുമ്പോഴും കൊത്ത്, ഏത് ക്രൂര പ്രവർത്തിക്കും കൂട്ടുനിൽക്കും. അപ്പം അതിനകത്ത് അവർക്ക് നേട്ടങ്ങളുണ്ട്, അവരുടെ താല്പര്യങ്ങളെല്ലാം. അപ്പൊ ഈ ഭരണ സംവിധാനം മാറിയാൽ അവർക്ക് താല്പര്യമില്ലാതാവും, ഒറ്റപ്പെടുന്നൊരവസ്ഥ വരും, അല്ലെങ്കിൽ ഇവനെയെല്ലാം തീർക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ വരും. അപ്പൊ അതിന് നിന്നു കൊടുക്കാതെ ഏതറ്റം വരെയും പോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏതറ്റം വരെയും കൊണ്ടുപോകുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട് തീരുന്നതല്ലാതെ പരാജയം സമ്മതിക്കാതെ പോകുന്ന ഒരു ഭരണ സംവിധാനവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനവും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ ലോകത്തിന് വലിയ ബാധ്യതയായിട്ട് മാറും എന്നുള്ള ഈ കാര്യത്തിൽ യാതൊരു തർക്കവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.